എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഒരു ട്രെൻഡിങ് റെസിപ്പിയാണ്. ഒരിക്കലുണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന അത്രയും ടേസ്റ്റുള്ളൊരു വിഭവം കൂടിയാണ്. ഒരു ചായ തിളച്ചങ്ങ് വരുന്ന സമയം മാത്രം മതിയാകും ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു സ്നാക്ക് വീഡിയോ കൂടിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പഴുത്ത പഴമൊന്നും ആരും വെറുതെ കളയില്ല. എത്ര ഉണ്ടാക്കിയാലോ അപ്പം തന്നെ കഴിച്ചു തീർക്കാൻ പറ്റിയ അത്രയും ടേസ്റ്റുള്ള നല്ലൊരു റെസിപ്പി എങ്ങനെയാണ് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങളെ ലൈക്ക് തരാൻ മറക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ട്രെൻഡിങ്ങും വൈറലും ആയിട്ടുള്ള സ്പൂൺ പഴംപൊരി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. സ്പൂൺ പഴംപൊരി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് നമുക്കിവിടെ നല്ല പഴുത്തിട്ടുള്ള പഴമാണ് ആവശ്യമായിട്ടുള്ളത്. പഴുത്തിട്ടുള്ള പഴം വെച്ചിട്ട് തയ്യാറാക്കുമ്പോഴാണ് നല്ല സ്വാദൊക്കെ ഉണ്ടാകുന്നതും. ഇനി നമുക്ക് പഴത്തിൻ്റെ തോല് മാറ്റിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബൗളിലേക്ക് മാറ്റിയ പഴം നമുക്കിതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്നും പഴം ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ഉടച്ചെടുക്കേണ്ടതും. പഴം വളരെ എളുപ്പത്തിൽ ഉടച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നല്ല പഴുത്ത പഴം നോക്കി എടുക്കുന്നതും. ഇങ്ങനെ ചെയ്തെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിലാക്കി എടുക്കാവുന്നതുമാണ്. പഴം നല്ലതുപോലെ ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മധുരം ആവശ്യമായിട്ടുണ്ട്. ഞാനിവിടെ 2 സ്പൂൺ അളവാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ചേർക്കാവുന്നതുമാണ്. പഴത്തിലേക്ക് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർക്കാം. ഏലക്കപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/4 കപ്പ് അളവിൽ പാലാണ്. ഞാനിപ്പോൾ തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ തിളപ്പിക്കാത്ത പാലായാലും കുഴപ്പമൊന്നുമില്ല. പഴം മുടിച്ചെടുത്തപ്പോൾ നല്ല ലൂസായിട്ടാണ് ആയി കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ പാലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തപ്പോൾ വീണ്ടും നല്ല പോലെ തന്നെ ലൂസായി വന്നിട്ടുണ്ട്. പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർക്കേണ്ടതുണ്ട്. ഒരു കൈപ്പിടി നിറയെ തന്നെ തേങ്ങ കൂടെ ചേർക്കണം. നാളികേരം കുറച്ചും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു കൈപ്പിടി മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു തേങ്ങക്കൂട്ടും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നാളികേരം ചേർത്തിട്ടും മാവ് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാം. ഒരു ബാറ്റർ ടൈറ്റായിട്ടൊന്ന് കിട്ടാനും വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 4 സ്പൂണോളം കോൺഫ്ലോർ കൂടി ചേർക്കാം. കോൺഫ്ലോർ ചേർക്കുന്നത് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ല ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോഴും നമ്മുടെ ബാറ്റർ അല്പം ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാം. സ്പൂണിൽ കോരി എടുക്കാൻ പറ്റുന്ന പാകത്തിലാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത്. സ്പൂണിൽ കോരി നോക്കിയപ്പോഴേക്കും വീണ്ടും നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ആയതുകൊണ്ട് ഞാനിതിലേക്ക് 2 സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി എടുക്കുമ്പോൾ ഒരു തരി പോലും കട്ടകളില്ലാത്ത അരിപ്പൊടി വേണം ഇട്ട് കൊടുക്കാനായിട്ടും. ഇനിയിപ്പോൾ അരിപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ ഓക്കെ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാനും വേണ്ടി കൈകൊണ്ട് കുഴക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ സമയത്ത് ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കാൻ മറന്നുപോയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് കേട്ടോ ഉപ്പ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സിങ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉടൻ തന്നെ ഇരുന്ന് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിപ്പോൾ ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് കോരി എടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടിലേക്കാണ് കോരി ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പലഹാരം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുമാണ്. ഇനി നമുക്ക് മാവ് എണ്ണയിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. മാവ് കോരി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുക്കാൻ മറന്നു പോകരുത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞൊക്കെ പോകാനായിട്ട് സാധ്യത വളരെ തന്നെ കൂടുതലാണ്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പഴംപൊരി ഒരു ഭാഗമൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്കൊന്ന് മറിച്ചുകൂടി ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിലാണ് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. 2 ഭാഗവും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ പഴംപൊരി നല്ല സ്വർണ്ണ നിറത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇതേ ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്നും ഉടൻ തന്നെ കോരി മാറ്റാവുന്നതാണ്. എണ്ണയിൽ നിന്നും കോരി മാറ്റുന്ന സമയത്ത് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് വേണം കോരി മാറ്റാനായിട്ട്.
അല്ലെങ്കിൽ ഇതിൽ ധാരാളം എണ്ണ ഒക്കെ കുടിക്കാനുള്ള സാധ്യത വളരെ തന്നെ കൂടുതലാണ്. അങ്ങനെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുള്ള പഴംപൊരി ഞാനിവിടെ കോരിയും കൂടെ മാറ്റുന്നുണ്ട്. അങ്ങനെ ആദ്യം ഫ്രൈ ചെയ്ത പഴംപൊരി എല്ലാം ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണ് നമ്മൾ ഈ സ്പൂൺ പഴംപൊരി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലൊരു പഴംപൊരി നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ തീർന്നു കിട്ടും, അത്രയും ടേസ്റ്റ് ഉണ്ട്. 4 പേരടങ്ങുന്ന കുടുംബത്തിനാണെങ്കിൽ ഈ ഒരു 3 പഴംപൊരി വെച്ച് തയ്യാറാക്കി എടുത്താൽ മതിയാകും. ഇപ്പോൾ കൂടുതൽ മെമ്പേഴ്സുള്ള വീടുകളാണെങ്കിൽ നിങ്ങൾ പഴത്തിൻ്റെ അളവും പൊടിയുടെ അളവും കൂട്ടിയെടുക്കേണ്ടതുമാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കൈവശം കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ചേർത്തും ഇതുപോലെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. ഇനിയും ഇതുപോലെ പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.